അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പി ദിവ്യ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം, ഈ സമകാലിക കേരളത്തിൽ ഒരു സത്യസന്ധനായ മനുഷ്യനെ കൊലക്ക് കൊടുത്ത, അല്ലെ, സത്യസന്ധനായ ഒരു മനുഷ്യനെ കൊലക്ക് കൊടുത്ത ഭീകരിയായ, അതിഭീകരിയായ സഖാത്തിയാണ് പി ദിവ്യ. രണ്ട് പെൺകുട്ടികൾ കേട്ടോ, രണ്ട് പെൺകുട്ടികൾ. എന്റെ ഒരു അറിവിൽ പി ദിവ്യക്ക് അതേ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പി ദിവ്യക്കുള്ള ആ ഒരു പെൺകുട്ടിയുടെ പ്രായത്തിലുള്ള രണ്ട് പെൺകുട്ടികൾ, ആ രണ്ട് പെൺകുട്ടികളെ അനാഥമാക്കിക്കൊണ്ടാണ് പി ദിവ്യ നവീൻ ബാബുവിനെ കൊന്നത് കേട്ടോ. നവീൻ ബാബുവിനെ കൊന്നത് എന്ന് തന്നെ ഞാൻ പറയട്ടെ. ഈ കൊല്ലാൻ, ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ, കൊല്ലാൻ 51 വെട്ട് വെട്ടണമെന്നൊന്നും ഇല്ല കേട്ടോ. പി ദിവ്യക്ക് 51 വെട്ടിന്റെ ആവശ്യമില്ല, കൊടിസുനി വേണ്ട, ഒന്നും വേണ്ട. പി ദിവ്യക്ക് പി ദിവ്യയുടെ വിഷം വമിപ്പിക്കുന്ന നാവ് മതി. വിഷം വമിപ്പിക്കുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ, എന്താ പറയാ, കരിമൂർഖന്റെ വിഷസഞ്ചിയേക്കാൾ വലിയ വിഷം വമിപ്പിക്കുന്ന പി ദിവ്യ തന്റെ നാവ് കൊണ്ടാണ് ആരെ കൊന്നത്? നവീൻ ബാബുവിനെ. അങ്ങനെ മഞ്ജുഷ എന്ന് പറയുന്ന ആ സ്ത്രീ വിധവയായി, രണ്ട് പെൺകുട്ടികൾ അനാഥരായി. അതാണ് പി ദിവ്യ.